ഇടിവിന്നൽ ഈ നേച്ചർ എന്ന് കേട്ടാ ഏത് കൊലക്കൊമ്പനൊന്ന് വെപ്രാളപ്പെടും. എല്ലാവന്റെയും വയറ്റിക്കൂടൊന്ന് ഉരുണ്ട് കയറും. ഈ ഏരിയയിൽ കഞ്ചാവ് ബിസിനസ് നടത്തുന്നവരെ പൊക്കാനാണ് എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയത്. എല്ലാ കൂടറകളെയും ഞാൻ തട്ടി അകത്താക്കും. ഇടുക്കിന്നാണ് ഞാൻ മുന്നിരിക്കുന്നത്. കുറ്റവാളിയേക്ക് കൂട്ടി നിൽക്കുന്ന ഒരുത്തരെയും ഞാൻ ഈ സ്റ്റേഷനിൽ വെച്ചു കൊടുപ്പിക്കില്ല കേട്ടാ. സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ആരോടെങ്കിലും പെരുമാറുന്ന കണ്ടാൽ അതിന്റെ ദ്വാശവശങ്ങൾ ഓരോരുത്തർ അനുഭവിക്കും. ജ്വാലി സമയത്ത് ഒരേവാവും എന്നിൽ നിന്ന് ആർക്കും കിട്ടൂല. കുഴപ്പമില്ലാന്ന് അത് നമ്മൾ ശരിയാക്കാന്ന്. നമസ്കാരം മൊയ്ലാളി. നമസ്കാരം ഈരാജ്. ഈ നാശമല്ല ഈ നേശൻ. എന്റെ അമ്മക്ക് നിങ്ങൾ ചാർജ് എടുത്താ? ഇന്നലെ എടുത്ത്. മൊയ്ലാളി പറഞ്ഞ കാര്യം ഒരു വിധം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് ക്യാഷ് മൊത്തത്തിൽ വിറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ എന്നോട് പ്രത്യേകം പറയണോ? നമുക്ക് ഒന്നും വേണ്ടായിരുന്നില്ല. അത് പറ്റൂ. നിങ്ങളെ സൽക്കരിക്കേണ്ടത് നമ്മളെ ഭക്തർ. അതന്നെ. അത് മാത്രമല്ല, ഇങ്ങനെ ഉദ്യോഗക്കയറ്റം കിട്ടാനുള്ള ഒരു വഴി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്തിനു മൊയ്ലാളി? സമയമായിട്ട് പറയാം. കളി സൂക്ഷിച്ച് കളിക്കണം. ബോംബെയിലെ തലയെക്കെട്ടുള്ള ഉസ്താദന്മാരോടാണ് കളിക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈ കളിയിൽ നമ്മൾ ജയിക്കും അല്ലേ? എന്തായാലും ഉണ്ടാത്തത് എന്തെങ്കിലും ഉണ്ടായി തലമാറി പോയിരിക്കുന്ന ആള് എഴുതി വെച്ചിരിക്കുന്ന FIR ബഷീറിന് എതിരാണ്. അത് ശരിയാക്കാല്ലേ നിങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അല്ല അതേ ശരിയായി മയ്യത്തായതൊക്കെ പുറകെ പൊടിയും പിടിച്ച് കിടക്കുന്ന കുട്ടി നേതാക്കന്മാരുടെ ബായൊക്കെ നമ്മൾ പച്ചനോട്ട് കുത്തിക്കയറ്റി ബന്ധാക്കി. അതുകൊണ്ടൊന്ന് അറുമ്പാതാവൂല പോലെ പരിഹാരം ആവൂലെന്ന്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ പോണെന്ന് ദൃക്സാക്ഷി മൊഴിയാണ് പ്രധാനം. അനന്തംപിള്ള ദൃക്സാക്ഷിയാണെന്ന് ക്രൈംബ്രാഞ്ച് അറിഞ്ഞ ചീട്ട് കീറിപ്പോവും. അത് നമ്മുടെ വക്കീലും പറഞ്ഞു. തൽക്കാലം സംഗതികൾ രഹസ്യമായിട്ട് വെക്കാൻ ഞാൻ അയാളെ വരട്ടെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ വഴങ്ങണ കോളില്ല. എന്തെങ്കിലും സംതിങ് കൊടുത്ത് വളർത്തി വെച്ചാലേ പറ്റൂ. 2-3 വട്ടം ആളായി കിട്ടും. ഓ വന്നില്ല. ഇങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് പോണം. അല്ല കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ല. അനന്തംപിള്ളേനെ ഒന്ന് കാണാൻ വന്നതാണ്. അച്ഛൻ സ്റ്റേഷനിൽ പോയിരിക്കാം. മൂപ്പര് ഡ്യൂട്ടിയിൽ വളരെ കളിച്ചക്കാരനാണല്ലേ? ആ കാര്യത്തിൽ അച്ഛൻ സ്ട്രിക്റ്റാ. അത് വേണം. ഒരു പോലീസുകാരനോട് പ്രധാനമാണ്. കൊച്ചിന് നമ്മെ വിളിക്കും. മൗലാലിയായിട്ട് എന്നോട്ടിരിക്കായിരുന്നു. വേണ്ട, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അച്യുതനില്ലേ? ആ കവലയിലോട്ട് പോയിരിക്കുക. ഇവിടെ മോൻ. ഓന്റെ പേരെന്താ? അച്ഛ ഓൻ എന്ത് ചെയ്യുന്നു? പണിയൊന്നും ആയിട്ടില്ല മുതലാളി. ശ്രമിക്കുന്നുണ്ട് പലയിടത്തും. ഇപ്പോഴത്തെ കാലത്ത് പണി കിട്ടാൻ വലിയ പ്രയാസമാണ്. MA-ക്കാരും MSc-ക്കാരും നായനെ പിടിക്കാനും വേണ്ടി നടക്കുകയാണ്. ഉള്ളത് പറഞ്ഞാല് ഈ ജോലി കെട്ടി കിടക്കണ നേരം കൊണ്ട് കക്കാൻ പഠിച്ചാലും ഒരു പട്ടി കിടക്കേണ്ടി വരില്ല. അങ്ങനെ പറയില്ലേ മുതലാളി. കുറച്ചു കാലം കഴിയുമ്പോ ഈ കളമൊക്കെ സർക്കാരും തൊഴിലായി കഞ്ഞിയിരിക്കും.